ആഗോലി വറുത്തതാട്ടോ. ഇത് ഞാൻ പുരട്ടി വെച്ചത്. ഇവിടെ എനിക്ക് ഗസ്റ്റ് ഉണ്ടായ കാരണം നിങ്ങളെ കാണിക്കാൻ പറ്റില്ല. അവരിപ്പോൾ പോയോളൂ. അപ്പോൾ ഉച്ചയ്ക്ക് വരും ഇനി കേട്ടോ. അപ്പോൾ അവർക്കും കൂടി വേണ്ടിയിട്ടാണ് ഞാനിത് വറുക്കണത്. അപ്പോൾ ഇതിൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ് എല്ലാം കൂടി നന്നായിട്ട് അരച്ചെടുത്തതാട്ടോ. കുരുമുളക് ഇവിടുന്നതിൻ്റെ മുകളിൽ നിന്ന് ടെറസിൻ്റെ മുകളിൽ നിന്ന് പൊട്ടിച്ചതാണ്. എല്ലാം കൂടി അരച്ചെടുത്തിട്ട് കുറച്ച് കോൺഫ്ലവറും കൂടി ചേർത്ത് ഉപ്പ് ആവശ്യത്തിന് ചേർത്തിട്ട് നമ്മൾ നന്നായിട്ട് അങ്ങോട്ട് തേച്ച് പിടിപ്പിച്ചു. പിന്നെ ഇതിൽ ചേർത്തത് തേങ്ങയും ചെറിയ ഉള്ളി, കുറച്ച് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം കൂടി നന്നായിട്ട് അരച്ചിട്ട് ഇതിലങ്ങ് ചേർത്ത് കുടംപുളി ഇട്ടിട്ടാണ്. കുടംപുളി ഞാൻ ചൂടുവെള്ളത്തിൽ ആദ്യം ഇട്ട് വെച്ചു കേട്ടോ. കഴുകിയതിന് ശേഷം ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചു. അതും ഇട്ടിട്ടാണ് ഞാൻ ഇത് വെച്ചത്. കുറച്ച് ഉള്ളി അരിഞ്ഞിട്ട് ഇതിങ്ങനെ ഇതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡിയാവും. അപ്പോൾ ഞാനിത്തിരി വെളിച്ചെണ്ണയും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതും കൂടി ഒഴിച്ച് കൊടുത്താൽ ഇതിൻ്റെ പണി കഴിഞ്ഞു. ഇത് ആയി. ഇത് പച്ചക്കറി പുളിങ്കറി ഉണ്ട് കേട്ടോ. അതാണ് നമ്മൾ വേറെ ഒന്നും ചെയ്യാൻ പോകുന്നത്. ഇത്രയും മതി. നമ്മുടെ വീട്ടിലുള്ളവർ തന്നെയാണ്. ചേട്ടൻ്റെ മോളും ആണ് വരുന്നത്. അപ്പോൾ പിന്നെ അത്ര വലിയ നമ്മൾ കൂടുതലൊന്നും ചെയ്യണില്ല. ഇത്രയൊക്കെ മതി. നമ്മുടെ കൂട്ടത്തിൽ കൂടുന്ന ആൾക്കാരാണല്ലോ. ഇതൊക്കെ മതി. ഒരുപാടായിട്ടൊന്നും ഞാൻ ഉണ്ടാക്കില്ല. ഇപ്പോൾ ആരും ഒന്നല്ലോ കേട്ടോ. ചിലപ്പോൾ എനിക്ക് തോന്നുകയാണെങ്കിൽ വരുത്തും. ഇത് വെയിലിൻ്റെ ഇത് പുറത്തുനിന്നുള്ള വെയിലാണ് കേട്ടോ. അതാണ് ഇങ്ങനെ ഒരു വല്ലാത്തൊരു ഇത് കാണുന്നത്. അപ്പോൾ പല്ലിടിച്ച് ചേർക്കണം മതി. എന്താ മറിഞ്ഞു വരാത്തത്? പിന്നെ മാത്രം എന്താ അത്ര വലിയ അത്രക്കയോ നമ്മുടെ കേമാ പൊട്ടിപ്പോയപ്പോൾ ഒത്തിരി അതോടെ ഒത്തിരി പൊട്ടിപ്പോയി. കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾ ഒരു ആവോലി കിട്ടുകയാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുക, എങ്ങനെയാണ് ഉണ്ടാക്കുക കമൻറ്റ് ചെയ്യണേ. എന്തൊക്കെ ചെയ്യും. താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ.